ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ലൈവിൽ വന്നിരുന്നു, ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ. ലൈവിൽ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ് കൊണ്ട് നമ്മൾ മതിൽ പോലെ, അതായത് ഒരു ഭാഗത്ത് നിന്നാൽ മതിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗം നിൽക്കുന്ന പോലെ അപ്പുറത്തുനിന്ന് കാണില്ല, ആ രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ചെയ്തത് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ആ ഒരു ഭാഗത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ കൊണ്ട് നമുക്ക് മതിൽ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വിൽക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും, ചട്ടിയിൽ ബുഷിയൊക്കെ വളർത്താൻ പറ്റും, നിലത്ത് വളർത്താൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന എന്താ പറയുക പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മണി പ്ലാന്റ് കേട്ടോ. മണി പ്ലാന്റ് തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതിൽ എൻജോയ് പോത്തോസ് ഉണ്ട്, ഗോൾഡൻ പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിൾ പോത്തോസ്, മഞ്ജുള പോത്തോസ്, സാൻഡിൽ പോത്തോസ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മതിലിൻ്റെ മുകളിലാണ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ഇതുകൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ഞാൻ ബക്കറ്റിൻ്റെ മുകളിലും ഓരോ ഇതിൻ്റെ മുകളിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബുഷിയായിട്ട് ഇതുപോലെ പോട്ടിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീണ്ടു വരുന്ന കമ്പുകളൊക്കെ ആ ചട്ടിയിൽ തന്നെ നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സിനെ ബുഷിയാക്കാം. ഇനി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മതിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ സാൻഡിൽ പോത്തോസ്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് വരും കേട്ടോ. എപ്പോഴും മണി പ്ലാന്റ്സ് വെക്കുന്ന സ്ഥലത്ത് ഓവർ വെയിലുണ്ടാവരുത് കേട്ടോ. ഡയറക്റ്റ് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊരു മിതമായ വെളിച്ചം കിട്ടുന്ന, കുറഞ്ഞ വെയിലൊക്കെ പ്രശ്നമില്ല, കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഒരുപാട് ഓരോ ലീഫിൻ്റെ അടിവശത്ത് റൂട്ട് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ പറ്റും. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ നമുക്കറിയാം, വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്. വെയിൽ കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇത് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എൻജോയ് പോത്തോസൊക്കെ നല്ല വൈറ്റും ഗ്രീനും കളറുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ നിയോൺ പോത്തോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിക്കോട്ടെ. ഇത് നിയോൺ പോത്തോസാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്താം. നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റിയ വളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കോഴിമുട്ട, പച്ച കോഴിമുട്ട നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു കപ്പിൽ വെള്ളം എടുക്കുക. ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒരു കോഴിമുട്ട കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഇരട്ടീൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനെ കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കോളി, നല്ല ബുഷിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ. കോഴിമുട്ട മുട്ടത്തോടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. മുട്ടത്തോട് നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ഒരുപാട് പ്രയോജനം കിട്ടുന്ന, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ കോഴിമുട്ട. നല്ല പച്ച കോഴിമുട്ട നമ്മൾ കലക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇരട്ടി വെള്ളവും കൂടി കൂട്ടി ഒഴിച്ചു കൊടുത്താലൊക്കെ ഈ ഒരു മണി പ്ലാന്റ്സിന് നല്ലതാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് NPK 19 ചാണകപ്പൊടി പൊട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ മണി പ്ലാന്റ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യാൻ കാരണം ആ ഒരു മതിൽ പോലെ ആക്കിയത് കണ്ടിട്ട്, അതായത് ഈ ഒരു സെറ്റിങ്സ് കണ്ടപ്പോൾ എനിക്കും ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഇത് എന്താ പറയുക ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിങ്സ്, ഇന്നലെ വന്നിട്ട് ഒരാൾ എന്നോട് നിയോൺ പോത്തോസിൻ്റെ മാർബിൾ പോത്തോസിനൊക്കെ കട്ടിങ്സ് ചോദിച്ച് എൻ്റെ കുടുംബത്തിൽ തന്നെ കേട്ടോ ഞാൻ കൊടുത്തു. അതിൻ്റെ മുന്നേ നിഷ എന്ന ഫ്രണ്ട് വന്നപ്പോൾ അവൾക്ക് കൊടുത്തു. നമുക്ക് കട്ടിങ്സ് എത്രയും കൊടുക്കുക, കാരണം പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റ്സ് ആയിക്കൊണ്ട് കട്ടിങ്സ് എത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ്സ് തന്നെ നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് ഒരു 10-20 ചട്ടി ഉണ്ടെങ്കിൽ വേറൊരു ചെടിയും വേണ്ട, അത് തന്നെ മതി കേട്ടോ. എനിക്ക് കുറേ കട്ടിങ്സൊക്കെ എടുത്ത് വെക്കാം, പക്ഷേ നമ്മുടെ പോട്ടി മിക്സ്, നമ്മുടെ പോട്ട് എല്ലാം നമ്മൾ കൂടുതൽ വേണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക വേറെ ഒരു ചെടീൻ്റെ കൂടെയൊക്കെ നട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്നതാണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പല ടൈപ്പിലും നമുക്ക് എന്താ പറയുക മണി പ്ലാന്റ്, കൂടുതൽ ആൾക്കാർ മണി പ്ലാന്റ് എന്താ ചെയ്യുന്നത് ഇൻഡോറിലാണ് വെക്കാറുള്ളതല്ലേ. ഇൻഡോറിൽ ഞാനും ഇതുവരെ ഇൻഡോറിലായി വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു 2 വർഷമായി ഇപ്പോൾ ഇൻഡോറിൽ വെക്കാറില്ല. ഇവിടെ ഒരു കുഞ്ഞു വാവുണ്ട്. വാവുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ 2 വയസ്സായിട്ട് അവന്
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇൻഡോറിൽ അങ്ങനെ വെക്കാറില്ല. കാരണം നമുക്കറിയാം ചില ഇലകൾക്കൊക്കെ ടോക്സിക് ആയിട്ടുള്ള ഇലകളുണ്ടല്ലേ, വിഷച്ചെടികളൊക്കെ ഉണ്ട്. വിഷച്ചെടികൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വിഷാംശം അടങ്ങിയിട്ടുള്ള ലീവ്സാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇല കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് അവർക്ക് ചുണ്ടിനൊക്കെ നീര് വന്നിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ വന്നിട്ട് പിന്നെ നൊരയും പതയൊക്കെ വന്നിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് കമൻറ്റ്സ് എനിക്ക് അതിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓരോ വീട്ടിലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഡിഫറെൻറ്റ് വാച്ചിയ പ്ലാന്റ്സ് ഒക്കെ ഇതാണ്. പക്ഷേ നമ്മൾ ഈ പ്ലാന്റ്സിനൊന്നും ദൂരെ കളയേണ്ട അല്ലെങ്കിൽ നശിപ്പിക്കേണ്ട. കാരണം നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സൊക്കെ മതിലിൻ്റെ മുകളിലേയും കൊണ്ട് എന്തായാലും ഇവിടെയുള്ള കൊച്ചു വാവയ്ക്ക് അത് കൈകൊണ്ട് എത്താത്ത സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പേടിക്കാതെ എനിക്ക് വളർത്താം. അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിലോ എന്താ പറയുക, ആ കുഞ്ഞ് വാവ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും മണി പ്ലാന്റ്സ് ഒക്കെ കുട്ടികളുള്ള ചെറിയ കൊച്ചു കുട്ടികളുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ചില ആൾക്കാർ ചോദിച്ചു കുട്ടികൾ ഇത് പറിച്ചിട്ടാണ് തിന്നുന്നത് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വന്നിരുന്നു. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് വിവരം വരില്ല. ചെറിയ മക്കൾക്ക് അത്രത്തോളം വിവരം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്തായാലും അതൊക്കെ കടിച്ചു നോക്കും. തിന്നാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എന്ത് കിട്ടിയാലും ഒന്ന് വായിലേക്ക് ഇടണം, കൊച്ചു കുട്ടികൾക്കല്ലേ, അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് ഈ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കട്ടെ. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഇതിങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു പ്ലാസ്റ്റിക് ചെടിയാണെന്ന് കേട്ടോ. പക്ഷേ അടുത്ത് പോയപ്പോഴാണ് ഇത് ഒറിജിനൽ നമ്മളുടെ ഗോൾഡൻ പോത്തോസാണ്. ഇത് എത്രത്തോളം ഹൈറ്റിലാണ് വെച്ചിട്ട് കണ്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരിതിലാണ് ഇതൊരു പ്ലാന്റ് ഇവിടെ വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കമ്പിയാണ് കേട്ടോ. കമ്പി ഇങ്ങനെ വെച്ചിട്ട് കമ്പീൻ്റെ മുകളിലേക്കാണ് ഇത് പടർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ താഴെ നട്ട് കൊടുത്തിട്ട് ഇത് കമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മതിൽ പോലെ നമുക്കൊരു മതിൽ കെട്ടാൻ കല്ല് സിമൻറ്റ് പൂഴി ഒന്നും വേണ്ട. കാരണം നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കൊരു മതിലായി. അടുത്ത വീട്ടിൽ നിന്ന് ഈ വീട്ടിലത്തെ കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ശരിക്കുള്ള അല്ലെങ്കിൽ നമുക്കൊരു കവചോ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഒരു മതിലൊക്കെ കെട്ടുന്ന നമുക്ക് എന്തിനാണ് ഒരു ഇതാണ്, പ്രൊട്ടക്ഷനായിട്ടാണ്, അതൊരു അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട്, അത് എൻ്റെ വീട്ടിലെ ശരിയല്ല, ഞാനൊരു ടൗണിൽ പോയപ്പോൾ കോഴിക്കോട് ടൗണിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അത്രയ്ക്ക് ഉയരത്തിൽ എന്താ പറയുക, ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു 2 ഇരട്ടിയിലധികം ഹൈറ്റിൽ അല്ലെങ്കിൽ 3 ഇരട്ടി ഹൈറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ല കമ്പി കെട്ടിയിട്ട് കമ്പീൻ്റെ ഒരു ചെടി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ. അതാണ് നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യട്ടോ, നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഒരു തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങുമ്പോൾ നോല വീണാൽ എന്തായാലും ഇത് കേടാകും, അതും എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഇപ്പുറം ഒരു കാലുണ്ട് അപ്പുറം ഒരു കാലുണ്ട് മതിലിൻ്റെ ബാക്കി കമ്പിയായിട്ട് നല്ല രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത്. ഇത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് നമ്മുടെ പിന്നെ എന്താ പറയുക വെർട്ടിക്കൽ ഗാർഡൻ പോലെ ആക്കിയിട്ട് ചെറിയ ചെറിയ പോട്ടിലാട്ടോ ഇത് വെച്ച് കൊടുത്തത്. ഇത് കുഞ്ഞു ചെറിയ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലെ പോട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഹാങ്ങിങ് ടൈപ്പ് ഒരു ഇങ്ങനെ കൊളുത്തിടുന്ന സൈസുള്ള ആ ഒരു പോട്ടിലാണ് ഈ ഒരു മണി പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇതും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊക്കെ നമുക്ക് എന്ത് മണി പ്ലാന്റ്സിന് ഇങ്ങനെ വളർത്താം. എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ തെങ്ങില്ലാത്ത ഭാഗത്തേക്കെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിന് നമുക്ക് കമ്പിയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലും നല്ല രീതിയിൽ അത് അങ്ങനത്തെ സെറ്റപ്പ് ഉള്ളവർക്ക് നന്നായിട്ട് വളർത്തിയെടുക്കട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു മതിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ്സിനെ നന്നായിട്ട് വളർത്താം. ഇപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിലല്ല, ഇത് പുറത്തുള്ള ചെടിയായത് കൊണ്ട് അതായത് നോട്ടെത്താതെ കൊണ്ട് ചില ചട്ടിയിലൊക്കെ ചെടി ഇല്ല. പക്ഷേ ഉള്ള ചെടിയാണെങ്കിൽ നല്ല കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാനൊരു 5:30 മണിക്കാണ് കേട്ടോ. ഇരുടായി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ആ വീഡിയോ എടുത്ത് കണ്ടപ്പോൾ നമുക്ക് ചെടി എവിടെ കണ്ടാലും നമ്മൾ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് മണി പ്ലാന്റ്സിനെ മതിൽ കെട്ടാനോ അതുപോലെ തന്നെ നമ്മൾ കബോർഡ് എന്താ പറയുക ഒക്കെ കെട്ടാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്സ് ആണ്. നമ്മൾ അലങ്കാര ചെടിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുണ്ടാവും കേട്ടോ. കണ്ടില്ലേ എത്രത്തോളം നീളത്തിലാണ്, കണ്ടില്ലേ എത്രയും ദൂരത്തേക്കാണ് കേട്ടോ ഇതുള്ളത്.
അപ്പോൾ ഈ ഒരു മതിലിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാൻസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ പിന്നെന്താ പറയുക ലൈക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ഉണ്ടാവും. അപ്പോൾ ഞാനിത് വീണ്ടും വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മതിലിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാട്ടോ.